സർവ്വതും ഹബീബ് മുസ്തഫ തങ്ങളുടെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം. നിങ്ങളുടെ മൊബൈലുകളിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മൊബൈലുകളിലേക്ക് എടുത്തൊന്ന് പരതി നോക്കിക്കഴിഞ്ഞാൽ the world number one person, ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി, ഒന്നാം സ്ഥാനത്ത് എണ്ണപ്പെടുന്ന വ്യക്തി എന്ന് ഗൂഗിളിനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് എണ്ണപ്പെടുന്നത് Prophet Muhammad sallallahu alaihi wasallam എന്നായിരിക്കും കാണുന്നത്. മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന യഹൂദിയായ ഒരു മനുഷ്യൻ, വലിയ എഴുത്തുകാരനാണ്. ആ മനുഷ്യന്റെ ഒരു ബുക്കുണ്ട്, ദി ഹണ്ടർ. ലോകത്ത് സ്വാധീനം ചെലുത്തിയ, ലോകത്ത് സംസാരിക്കപ്പെടുന്ന വ്യക്തിപ്രഭാവങ്ങളിൽ 100 മനുഷ്യന്മാരെ എടുത്തുകൊണ്ട് എഴുതപ്പെട്ട ദി ഹണ്ടർ എന്ന് പറയുന്ന ബുക്കിൽ ഒന്നാം സ്ഥാനത്ത് ആ യഹൂദിയായ മനുഷ്യൻ കൊടുത്തിരിക്കുന്ന പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദി പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അതിന് കാരണം? ഓരോരുത്തരും ഓരോ കാരണമുണ്ടാകുമല്ലോ. ഈ കാരണത്തിനെ കൊണ്ടായിരിക്കും അവർക്ക് അതിലേക്ക് നയിക്കാനുണ്ടാകുന്ന റീസൺ. ഗൂഗിൾ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ലോകത്ത് എവിടെയും എല്ലാ രാജ്യത്തും എല്ലാവരും കൈകാര്യം ചെയ്യുന്ന ഗൂഗിൾ. ഇപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ഗൂഗിളിനോട് ചോദിച്ചാൽ ലഭിക്കും. അത്രയ്ക്കും ഗൂഗിള് മനുഷ്യന്റെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ പറയുന്നത് എന്നതാണ് ഒന്നാമത്തെ മനുഷ്യൻ ദി പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അങ്ങനെ പറയാനുള്ള കാരണം, ഒരു മനുഷ്യന്റെ നടത്തവും ആ മനുഷ്യന്റെ ഇരുത്തവും ആ മനുഷ്യന്റെ സംസാരവും ആ മനുഷ്യന്റെ നോട്ടവും ആ മനുഷ്യന്റെ ചിരിയും ആ മനുഷ്യന്റെ സംസാരവും ആ മനുഷ്യന്റെ കുടുംബ ജീവിതത്തിന്റെ പ്രവൃത്തികളും ആ മനുഷ്യന്റെ നേതാവും ആ മനുഷ്യന്റെ അനുയായികളും തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന് കടന്നു ചെല്ലുന്ന സർവ്വനിഖല അഖല മേഖലകളും പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തുറന്ന പുസ്തകമായി നമ്മുടെ മുമ്പിലുണ്ട്. അത്രയ്ക്ക് നിബിധങ്ങളെ ഫോളോ ചെയ്തിട്ട് നിബിധങ്ങൾ ഇങ്ങനെ നടക്കുന്നു, നിബിധങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നു, നിബിധങ്ങൾ ഏത് വശത്തേക്ക് തൂങ്ങുന്നു, അവിടുന്ന് ടോയ്ലറ്റിലേക്ക് പോകുന്നതിന്റെ മര്യാദ തുടങ്ങിയ സർവ മേഖലകളും നിബിധങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. നിബിധങ്ങളുടെ കാര്യങ്ങൾ അടക്കം അത് റെക്കോർഡിക്കലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ രേഖപ്പെടുത്തിയ വേറൊരു മനുഷ്യൻ, ഈ എഴുതപ്പെട്ട മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ചരിത്രകാരൻ യഹൂദിയായ മനുഷ്യന്റെ ബുക്കിൽ നോക്കിയാൽ പോലും 100 പേരെ പരിചയപ്പെടുത്തിയിട്ട് ആ 100 പേരിലും ഒരു മനുഷ്യനെ പോലും ഇത്രമാത്രം റെക്കോർഡിക്കലായിട്ട് ഒരു മനുഷ്യനെ ഫോളോ ചെയ്തത് വേറെ മനുഷ്യന്മാരില്ല. അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിബിധങ്ങൾ നടത്തം എങ്ങനെയായിരുന്നു, അവിടുത്തെ ഇരുത്തം എങ്ങനെയായിരുന്നു, അവിടുത്തെ മുഖം, അവിടുത്തെ നിറം, അവിടുത്തെ മുടി, അവിടുത്തെ സർവ്വതും ഇങ്ങനെ സംസാരിച്ചു, എപ്പോൾ സംസാരിച്ചു, അങ്ങനെ തുടങ്ങിയത് സർവ്വതും ഇത് റെക്കോർഡിക്കലാണ്, ഹദീസാണ്. ഇതുപോലെ ഒരു മനുഷ്യനെ ലോകത്ത് പരിചയപ്പെടുത്താൻ മുൻകഴിഞ്ഞു പോയി ഒരു മനുഷ്യനെയും കാണുകയില്ല. അത് തന്നെയാണ് ഒന്നാമത്തെ കാരണമായി ചരിത്രം രേഖപ്പെടുത്തുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകഴിഞ്ഞ വേദങ്ങളിൽ പരിചയപ്പെടുത്തി രാമായണത്തിന്റെ അന്തരത്തിലേക്കും ഭഗവത്ഗീതയിലേക്കും ബൈബിളിൽ നോക്കിയാൽ തന്നെ ഹബീബ് മുഹമ്മദ് റസൂൽ തങ്ങളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ ആഗമനത്തെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ നിബിധങ്ങളെ പറ്റി പറഞ്ഞാൽ വിശാലമായ ഒരു പർദീസ് നമ്മുടെ മുമ്പിലേക്ക് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പറ്റി, അവിടുത്തെ മദ്ഹിനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ തുടങ്ങിയാൽ അവസാനിക്കാൻ കഴിയില്ല. ഈ ലോകത്തുള്ള സർവ മരക്കുറ്റികളെയും പേനയാക്കിയാലും, ഈ ലോകത്തുള്ള കടലടക്കമുള്ള സർവ ജലാശയങ്ങളെയും മഷിയാക്കി മാറ്റിയാലും ഹബീബ് മുസ്തഫ റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് നബി ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ എഴുതി തീർക്കാൻ കഴിയില്ല, പാടി പുകഴ്ത്തി തീർക്കാൻ അവസാനമില്ല സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് റബീഉ കടന്നു വരുന്നുണ്ട്.
സന്തോഷിക്കണം. മുഅ്മിനീങ്ങൾ സന്തോഷിക്കണം. നബി തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കണം. അത് നമ്മുടെ മാതൃകയാണ്. ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തലല്ല ചെയ്യേണ്ടതോ. നമ്മുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ സർവ്വതിലും നമുക്ക് സന്തോഷമുണ്ട്, ഇല്ലേ? വീട്ടിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. സ്വന്തം മക്കളുടെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് നമ്മൾ ആനന്ദിക്കുന്നുണ്ട്. വീട്ടിൽ അലങ്കാരങ്ങൾ ചെയ്യുകയുണ്ട്. ഇസ്ലാം അംഗീകരിക്കുന്ന രീതിയിൽ സന്തോഷം നല്ലത് തന്നെയാണ്. കേക്ക് കൊണ്ടുവച്ച് മെഴുകുതിരിയിട്ട് ഊതി കത്തിച്ച് ആ പരിപാടി അനിസ്ലാമികമാണ്, വലിയ തെറ്റാണ്. അത്രയല്ല, ഈ കേക്ക് മേടിച്ചോളി, കുഴപ്പമില്ല. ആ കേക്ക് മധുരമാണല്ലോ, അത് മുറിച്ച് എന്റെ മകളുടെ ദിവസമാണ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് 10 പേർക്ക് കൊടുക്കുന്നത് കുഴപ്പമില്ല, ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് ഒരു കുഴപ്പവുമില്ല. ഇസ്ലാമിന്റെ മാതൃകയാണ്. ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഇസ്ലാമിന്റെ മാതൃക. ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഉന്യ എന്ന കിതാബിൽ പറയുന്നത് കാണാം, 1000 പള്ളി വച്ചു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ പ്രതിഫലം വിശന്നിരിക്കുന്ന ഒരു മനുഷ്യന്റെ വായിലേക്ക് ഒരു പിടി ഭക്ഷണം കൊടുത്താൽ നിങ്ങൾ 1000 പള്ളികൾ നിർമ്മിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത അതാണെന്ന് ഷെയ്ഖ് ജീലാനി. അത്രയ്ക്ക് പ്രതിഫലമുണ്ട് ഭക്ഷണം. അതുകൊണ്ടല്ലേ മുസ്ലിമീങ്ങളെ എല്ലാ പരിപാടികൾക്കും ഭക്ഷണം ഉണ്ടാവും. കാരണം ആ ഭക്ഷണം കഴിച്ച് പറയുന്നത് അൽഹംദുലില്ലാഹ്, ആ അൽഹംദുലില്ലാഹ് ആയിരിക്കും നാളെ നമുക്ക് തുണയായി ലഭിക്കുന്നത്. കാരണം നമ്മളെ നിസ്കാരവും നമ്മുടെ ചെയ്യുന്ന ഇബാദത്തുകളുടെയൊക്കെ ആ ഒരു വലിയ തോത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നാളെ രക്ഷപ്പെടുമെന്ന് അള്ളാഹുവിന്റെ അടുക്കലുള്ള കാര്യമാണ്. പക്ഷെ ഇതുപോലെ ചെയ്യുന്ന നന്മകളായിരിക്കും നാളെ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമായി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കല്യാണത്തിന് ഭക്ഷണം, മരണശേഷവും ഭക്ഷണം, 3-നും 10-നും ഭക്ഷണം, സന്തോഷ നിമിഷങ്ങൾ ഭക്ഷണം, പള്ളി നേർച്ച വന്നാലും ആണ്ട് നേർച്ച വന്നാലും ഉറൂസ് വന്നാലും എല്ലാത്തിനും ഭക്ഷണം കൊടുക്കുമോ? അത് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്, അത് മാതൃകയാണ്, അത് സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി നിബിധകൾ കാണിച്ച മാതൃകയാണ്. അന്ന് കാലഘട്ടത്തിൽ നിബിധങ്ങളുടെ കാലഘട്ടത്തിൽ അവരെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു ആ രീതിയിൽ അവർ സന്തോഷിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച ആ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അബൂലഹബ് ചെയ്ത ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കുകയാണ്. അബ്ദുള്ള എന്ന് പറയുന്ന അനുജനും മകൻ ലഭിക്കുമ്പോൾ സന്തോഷം കൊണ്ട് ഒരു അടിമപ്പെട്ടിനെ മോചിപ്പിക്കുന്നു. അത് അവിടെ പ്രകടമാക്കുന്ന സന്തോഷം. അപ്പോ എന്റെ മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് എല്ലാത്തിനും കാരണക്കാരനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ പ്രപഞ്ചം ഉണ്ടാവാൻ കാരണം, ഈ ലോകം നിർണയിക്കാൻ കാരണം, നമ്മളിവിടെ ഉണ്ടാവാൻ കാരണം, എല്ലാത്തിനും കാരണക്കാരനാണ് ഹബീബ് തങ്ങൾ. അല്ലാഹു പറയുന്നതാണ്, അവ്വലു മാ ഖലഖല്ലാഹു തആല അൻ-നൂരി കമാ ഖാല റസൂലുള്ളാഹ്. നിബിധങ്ങൾ പഠിപ്പിക്കുന്നു, ലോകത്ത് അല്ലാഹു ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്റെ പ്രകാശമാണ്. അല്ലാഹു ആദ്യം പടച്ചത് അവ്വലു മാ ഖലഖല്ലാഹു തആല അൻ-നൂരി, എന്റെ പ്രകാശത്തിനാണ് അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത്. ആ പ്രകാശത്തിൽ നിന്നാണ് സർവ്വതിന്റെയും ഉത്ഭവം. ഈ ഭൂമിയുടെ ആയാലും ഈ ലോകങ്ങളുടെ ആയാലും ആകാശങ്ങളായാലും പ്രവാചകന്മാരടക്കം ആ പ്രവാചകൻ നിന്നാണ് കടന്നു വരുന്നത്. ആദം നബി പടക്കുമ്പോൾ ആദം നബിയെ മുതുകിൽ ആ പ്രകാശം നിക്ഷേപിച്ചു. പിന്നെ അവിടെ നിന്ന് എല്ലാ അമ്പിയാക്കളുടെയും പ്രവാചകന്മാരുടെ മുതുകിലൂടെ കടന്നു വന്ന് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അവിടെ നിന്ന് കടന്നു വന്ന് നബിതങ്ങളുടെ 20ഓളം വരുന്ന ഉപ്പമാർ പ്രഖ്യാപിക്കലായി രേഖപ്പെടുത്തിയ കാര്യമാണല്ലോ. അതിനാലേക്ക് കടന്നു വന്ന് അബ്ദുൽ മുത്തലിബിലേക്ക് എത്തപ്പെട്ട് അവിടുന്ന് അബ്ദുല്ലയിലേക്ക് കടന്നു വന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിസ്റ്ററി വേൾഡ് മാൻ എന്ന് പറയാൻ ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രം എന്ന് രേഖപ്പെടുത്താൻ അത് നബിതങ്ങളുടെ ചരിത്രം മാത്രമാണ്. നിങ്ങളുടെ വാപ്പയെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉപ്പാപ്പയെ നിങ്ങൾക്കറിയാം, ഉപ്പുപ്പയെ വേണമെങ്കിൽ അറിയാം. ഉപ്പുപ്പയുടെ വാപ്പയെ അറിയാൻ പറ്റുമോ? പറയാൻ പറ്റുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? 2 തലമുറ, ഒരു 3 തലമുറ പറയാൻ പറ്റും. ഒരു 4ാമത്തെ തലമുറ, 4ാമത്തെ വാപ്പയെ പറയാൻ കഴിയില്ല നമുക്ക്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളുടെ 20 ഉപ്പാപ്പമാരും ഇസ്മായിൽ നബിയിലേക്ക് എത്തുന്ന വലിയ നീണ്ട പരമ്പരയും ഇന്ന് ലോകത്ത് മെക്കാനിക്കലായി പറയാൻ പറ്റും. അതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ കൊടുത്ത വലിയ ആദരവാണ് നബി. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ 1ാമത്തെ സന്തോഷം. നബിദിനെ കടന്നു വരുമ്പോൾ നബിയെ പറ്റി പഠിക്കൽ.
ആ നബിയുടെ ജന്മം കൊണ്ട് സന്തോഷിക്കൽ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതും റബീഉൽ അവ്വൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മുടക്കാൻ ചില ശക്തികൾ, അതായത് പ്രവാചക വിരോധികൾ എന്ന് തന്നെ പറയാം, പ്രവാചക സ്നേഹം മുസൽമാൻ പ്രകടമാക്കുമ്പോൾ അത് പാടില്ലെന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിക്കുന്ന പ്രവാചക വിരോധികൾ പറയും റബീഉൽ അവ്വലിലെ നിബിധങ്ങൾ വഫാത്ത്, അത് കരയേണ്ട മാസമാണെന്നല്ല പറയേണ്ടത്. ഇസ്ലാമിൽ ദുഃഖത്തിന്റെ പേരിൽ ഒരു ആചാരം ഇസ്ലാമിലില്ല. പറയുന്ന റഹ്മത്തിന്റെ മേൽ തന്നെ നിങ്ങൾ സന്തോഷം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാണ്. നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നബിയുടെ മരണവും നമുക്ക് ഖൈർ തന്നെ, അവിടുത്തെ ജീവിതവും നമുക്ക് ഖൈർ തന്നെ, അവിടുന്ന് തന്നെ പഠിപ്പിച്ചു. അപ്പോൾ നബിയുടെ റബീഉൽ അവ്വൽ വഫാത്തായ എന്ന കാരണം കൊണ്ട് അത് ജന്മദിനത്തിലേക്ക് സന്തോഷിക്കാൻ ഒരു റീസൺ അല്ലാതിരിക്കില്ല. സന്തോഷം വേണം. ആ സന്തോഷം പ്രകടമാക്കുന്നതിനാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അത് ഇസ്ലാമിന്റെ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് തന്നെ അതിന് ചെയ്യണം. ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ വിഷയം തന്നെ ഭക്ഷണം. നമ്മുടെ മക്കൾ ജനിച്ചെന്ന് നമ്മൾ പായസവും എല്ലാം ചെയ്യും. ഒരു കല്യാണം വന്നാൽ നമ്മൾ ഭക്ഷണം വെച്ച് കൊടുക്കും. നമ്മളെ വീടിന് ഒരു ഇൻഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഹൗസ് വാമിംഗ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വെച്ച് കൊടുക്കാറില്ലേ? ഇത് അല്ലാഹു റസൂൽ കാണിച്ചെന്ന് മാതൃകയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ഹൗസ് വാമിംഗ് നടത്തിയതെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കാൻ പറ്റും? അത് ബിദ്അത്തല്ലേ എന്ന് ചോദിച്ചാൽ അത് ബിദ്അത്ത് തന്നെയാണ്. അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്തെന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കും അവിടുത്തെ പ്രവൃത്തി അവിടുത്തെ ആജ്ഞയും എല്ലാം നബിയുടെ ഹദീസാണ്. അപ്പൊ നല്ല കാര്യങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്ന നന്മകൾ അത് സ്വീകരിക്കേണ്ട നന്മകളാണ്. അപ്പോ ഒരാള് നല്ല വീട്, അദ്ദേഹത്തിന്റെ അധ്വാനത്തിൽ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നല്ല വീട് വെച്ചു. ആ വീട് കയറി താമസിക്കുന്ന ദിവസത്തിൽ നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാരെയും വിളിച്ചു കൊണ്ടുവരുന്നു, ഭക്ഷണം കൊടുക്കുന്നു. വലിയ പുണ്യമാണ്. കാരണം ആ വരുന്ന ആളുകളുടെ ഭക്ഷണം കഴിച്ച് അവർ പറയുന്ന ഹംദിന്റെ പ്രതിഫലം ആ മനുഷ്യൻ ലഭിക്കൂലേ? 10 പേർക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിന്റെ സന്തോഷത്തിന്റെ പേരിൽ അത് ബിദ്അത്തല്ല കേട്ടോ. നിബിധങ്ങളിലേക്ക് മാത്രം വരുമ്പോൾ അത് ബിദ്അത്തായി വരും. ഈ പറയുന്ന മനുഷ്യന്മാർ നിബിധങ്ങളെ പറ്റി, നിബിധത്തിന് പറയുന്ന മനുഷ്യന്മാരുടെ കാര്യം അവരുടെ ജീവിതത്തിൽ, അവരുടെ മക്കളെ കല്യാണത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവരുടെ മക്കളെ വീട് ഹൗസ് വാമിംഗ് ചെയ്യുന്നുണ്ട്, അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. നിബിധങ്ങളിലേക്ക് ചേർക്കുമ്പോൾ മാത്രം പ്രശ്നം. അത് പറ്റുമോ? അത് സുന്നത്താണോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്ന ചോദ്യം. അതല്ല. അല്ലാഹുവിന്റെ റസൂൽ ഇന്ന വിശുദ്ധമായ ഖുർആൻ നബിയെ അങ്ങയുടെ ഈ വർത്തമാനം, ഈ പുകഴ്ച നാം ഇങ്ങനെ ഉയർത്തിയിട്ടുണ്ട്, ഖിയാമത്ത് നാൾ വരെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നബി ജനിച്ച മാസമായതുകൊണ്ട് അതൊരു പ്രത്യേകതമാണ്. അത്രമാത്രം. എല്ലാ ദിവസവും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, എല്ലാ ദിവസവും നബിയെ പറ്റി പറയുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. റബീഉൽ എന്ന് പറയുന്ന നബിയുടെ മാസം, നബിയെ അല്ലാഹു ഈ ലോകത്തേക്ക് തിരഞ്ഞെടുത്തത്, ഈ ലോകത്തേക്ക് അല്ലാഹു ഇറക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു മാസം റബീഉൽ അവ്വൽ. ആ മാസത്തിന്റെ പേര് എന്ത് സുന്ദരമാണ്! ഒന്നാമത്തെ വസന്തം റബീഉൽ അവ്വൽ. എത്ര സുന്ദരമാണ് റബീഉൽ അവ്വൽ. അപ്പോൾ ആ മാസം സന്തോഷിക്കണം. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദ്യമെങ്കിൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ വിളിച്ചിട്ട് പറയുന്നു, വമാ അർസൽനാക, ഞാൻ അയച്ചിട്ടില്ല നബിയെ, ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ ഞാൻ അയച്ചിട്ടില്ലെന്ന് വിശുദ്ധമായ ഖുർആനിൽ കൂടി അല്ലാഹു നബിയെ പഠിപ്പിക്കുമ്പോൾ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് റസൂൽ. ഖുർആൻ നിന്ന് തന്നെ മറുപടി. അപ്പോൾ അല്ലാഹു പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൽമാണ്, അറിവാണ്, പള്ളികളാണ്. അപ്പോൾ പള്ളികളുടെ പേരിൽ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. ആ പള്ളി നിർമ്മിക്കപ്പെട്ട പള്ളിക്ക് 1 വർഷം പൂർത്തിയായാൽ അതിന് നിങ്ങൾ സന്തോഷിക്കണം.
ഒരുപാട് പേരുടെ അധ്വാനം കൊണ്ട് ഒരു പള്ളി വന്നെങ്കിൽ ആ പള്ളി 1 വർഷം പൂർത്തിയാകുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 1 വർഷക്കാലം ആ പള്ളി സന്തോഷമാകുമോ? അതിനുവേണ്ടി സന്തോഷിക്കണം, ഭക്ഷണം വെച്ച് കൊടുക്കണം. ഇൽമിന്റെ വിഷയത്തിൽ ഒരു മകൻ, നിങ്ങളുടെ മകൻ ഉണ്ടെങ്കിൽ ആ മകൻ നല്ല അറിവ് നേടി അവൻ ഹാഫിദായി വന്നു, അവൻ ആലിമായി വന്നു കഴിഞ്ഞാൽ ആ മകന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ സന്തോഷിക്കണം. ഖുർആൻ പറയുന്നത് വബിറഹ്മതിഹി, റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്താണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക, ഈ കാര്യങ്ങൾ കൊണ്ട് ഫൽഫറഹു, നിങ്ങൾ സന്തോഷിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം, അവിടുത്തെ റഹ്മത്ത് എന്ന് ഉദ്ദേശിക്കുന്ന നബിയാണെന്ന് തഫ്സീറുകൾ നോക്കിയാൽ കാണാം. അപ്പൊ നിങ്ങൾ സന്തോഷിക്കേണ്ടത് എങ്ങനെ? നബിയുടെ പേരും പറഞ്ഞ് സന്തോഷിക്കേണ്ടത് എങ്ങനെ? ഒന്നാമത്തെ സന്തോഷം തന്നെയാണ് നബിയെ തങ്ങളെ ഫോളോ ചെയ്യുക. ജീവിതം മുഴുവനും നബിയെ ഫോളോ ചെയ്യുക. അതാണല്ലോ സ്നേഹം എന്ന് പറഞ്ഞാൽ. മഹബത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. മഹബത്ത് 5 തരത്തിൽ മഹബത്തിനെ പറയുന്നുണ്ട്, സ്നേഹത്തെ. ഒന്നാമത്തെ മഹബത്ത് റഹ്മത്ത്, മഹബത്ത് ഷഫഖത്ത്, മഹബത്ത് ഇജ്ലാല്, മഹബത്ത് ഇഹ്സാൻ, മഹബത്ത് നിഫാഖ്. 5 രൂപത്തിൽ മഹബത്തുണ്ട്. ഒന്നാമത് പറഞ്ഞത് മഹബത്ത് റഹ്മ, കാരുണ്യത്തിന്റെ മഹബത്ത്. രണ്ടാമത് ലോകത്തുള്ള സർവ്വ ജനങ്ങളെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവനെ നിങ്ങളിൽ നിന്ന് ഒരാളും യഥാർത്ഥ വിശ്വാസിയാകൂലെന്ന് റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് അല്ലാഹു എത്തിത്തരട്ടെ. മഹബത്ത് അല്ലാഹു നൽകട്ടെ. അതുകൊണ്ട് നബി തങ്ങളെ സ്നേഹിക്കണം. റബീഉൽ മാസം കടന്നു വരികയാണ്. എല്ലാ സമയത്തും സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അല്പം കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കണം. 5 നേരത്തെ നമസ്കാരം, അത് തന്നെയാണ് നബി തങ്ങളെ സ്നേഹിക്കുന്നതിന് ഒന്നാമത്തെ അടയാളം. നബി തങ്ങളെ സ്നേഹിക്കുന്ന ഒന്നാമത്തെ അടയാളം 5 നേരം നമസ്കാരം ഒഴിവാക്കരുത്. അതിന്റെ ഏറ്റവും വലിയ സന്തോഷം. നബിദിനത്തിൽ സന്തോഷിക്കുന്ന ഒന്നാമത്തെ കാര്യം നമസ്കാരം ഒഴിവാക്കൂല എന്റെ ജീവിതത്തിൽ. അത് തന്നെ ആ ഒരു പ്രതിജ്ഞ തന്നെയാണ് ഏറ്റവും വലുത്. നബി തങ്ങളുടെ മൗലിദ്, അവിടത്തെ കുറിച്ചുള്ള മൗലിദ് എന്ന് വെച്ചാൽ പ്രകീർത്തനം. ഖുർആൻ മുഴുവൻ നബി തങ്ങളെ പറ്റി മൗലിദ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഓതുന്നു, നമ്മൾ പറയുന്നു റബ്ബിൽ ഒരു സന്തോഷ പ്രകടനം മാത്രമാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ മക്കൾ നമ്മളെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് സന്തോഷം തന്നെ. അവർ ജനിച്ച ദിവസം ഒരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പായസം വെച്ച് കൊടുക്കുന്നു. ആ രീതിയിൽ അതൊക്കെ നമുക്ക് പറ്റുമെങ്കിലും നബിയുടെ വിഷയം വരുമ്പോ നമുക്ക് ആ മകളുണ്ടാവാൻ കാരണവും നബിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ്. അവിടെയാണ് നമ്മുടെ ചിന്ത പോകേണ്ടത്. റസൂലിന്റെ ജന്മദിനത്തിലുള്ള സന്തോഷം, മൗലിദുകൾ വീടുകളിലും പാരായണം ചെയ്യണം, പള്ളികളിലും പാരായണം. നബിതങ്ങളെ പറ്റി പറയുകയാണ്, പഠിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി അവിടുത്തെ ജീവിതത്തെ പറ്റി പറയുന്നതാണല്ലോ മൗലിദ് എന്ന് പറഞ്ഞാൽ. നബിതങ്ങൾ എങ്ങനെ ജീവിച്ചെന്നും എങ്ങനെ നടന്നെന്നും എന്ന് പറയുന്നതാണ് മൗലിദ്. അത് ഒരുമിച്ചിരുന്ന് പാടണം. അത് റബീഉൽ അവ്വൽ കൂടുതൽ പാടണം. അത് തന്നെയാണ് ഏറ്റവും വലിയ സൃഷ്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത് മഹബത്ത് റഹ്മത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് നമുക്ക് എപ്പോഴും വേണം. ആ മഹബത്ത് ഉണ്ടെങ്കിൽ നാളെ ഖബറിൽ കിടക്കുന്ന സമയത്ത് നബിയെ പറ്റി ചോദിക്കുമ്പോൾ അത് നമുക്ക് മറുപടി പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ പ്രത്യേകം മഹബത്ത് ഹൃദയത്തിൽ ഉണ്ടാകണം. നബി തങ്ങളെ ഫോളോ ചെയ്യണം. സർവ്വതിനും നബി തങ്ങളെ ഫോളോ ചെയ്യണം. അങ്ങനെ ഒരു ജീവിതം നമ്മൾ കാഴ്ചവെച്ചാൽ നമ്മുടെ ജീവിതം എത്ര സുന്ദരമായ ഒരു ജീവിതമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 കാരണങ്ങൾ നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ തിരഞ്ഞെടുക്കാറുണ്ട്. ഒന്നാമത്തത് ജമാൽ നോക്കാറുണ്ട്, ഗ്ലാമർ നോക്കാറുണ്ട്. രണ്ടാമത് കമാൽ നോക്കാറുണ്ട്, സമ്പൂർണ്ണനാണോ എന്നൊക്കെ നോക്കാറുണ്ട്. പൈസയുണ്ടോ, മറ്റതുണ്ടോ, പ്രൗഢി, കുടുംബം ഒക്കെ നോക്കാറുണ്ട്. മൂന്നാമത് നവാല്, അയാൾക്ക് സ്ഥാനമുണ്ടോ. ഈ 3 കാരണങ്ങളാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. ഒരു മനുഷ്യൻ നോക്കുമ്പോൾ ഗ്ലാമർ ഉണ്ടോ, എനിക്ക് നോക്കാം. ഗ്ലാമർ ഉണ്ടോ, ജമാലുണ്ടോ, എനിക്ക് നമ്മൾ സ്നേഹിക്കാറുണ്ട്. അതേപോലെ തന്നെ കമാല്, അയാൾക്ക് വേണ്ടത് സമ്പത്തും പൈസയും കുടുംബവും ഒക്കെ എങ്ങനെയാണ്, ഉഷാറാണോ നോക്കാറുണ്ട്. നവാല് നോക്കാറുണ്ട്, അയാൾക്ക് സ്ഥാനമുണ്ടോ, സമൂഹത്തിൽ വിലയുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. ഇത് നോക്കിയിട്ടായിരിക്കും സ്വാഭാവികമായി നമ്മുടെ സ്നേഹം അങ്ങനെയാണ്. അത് മനുഷ്യനുള്ള സ്നേഹം. എന്നാൽ ഈ ജമാലും ഈ കമാലും ഈ നവാലും, ഗ്ലാമറും ജമാലിയത്തും പ്രൗഢിയും അധികാരങ്ങളും എല്ലാം ഒത്തിണങ്ങിയ ഒരു മനുഷ്യനെ ലോകത്ത് കാണാൻ കഴിയൂ. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജമാൽ അത്രയും അജ്മൽ മിങ്ക ലം തറഖത്തു ഐനി വഅഹ്സന മിങ്ക ലം
ഒരു കണ്ണുകൊണ്ട് പോലും കാണാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഇത്ര വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് എന്റെ റസൂൽ. ഇതുപോലെ ഒരു മനുഷ്യനെ ഒരു പെണ്ണും വേറെ പടച്ചിട്ടില്ല, വേറെ പ്രസവിച്ചിട്ടില്ല. ആമിന ബീവി അല്ലാതെ ഇതുപോലൊരു മനുഷ്യന് ജന്മം കൊടുക്കാൻ ഈ ഭൂലോകത്തിന് ഒരു പെണ്ണുമില്ല, ഒരു പെണ്ണും ഉണ്ടായിട്ടില്ല. എല്ലാ ന്യൂനതകളെ തൊട്ടും എല്ലാ കുറവുകളെ തൊട്ടും പൂർണ്ണമായി ഒഴിവായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത്. നമ്മളാകുന്നു എങ്ങനെയാണ് ഞാൻ ഉണ്ടാവേണ്ടത് ഓരോ മനുഷ്യനും ചിന്ത ഉണ്ടാവുമല്ലോ. ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാൻ അല്പം കൂടി നല്ല ഗ്ലാമർ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ എങ്ങനെ വിചാരിക്കുന്നോ അതുപോലെ അള്ളാഹു നിബിധങ്ങൾ എങ്ങനെ വിചാരിച്ചോ അതുപോലെ നിബിധങ്ങളെ ഭൂലോകത്തേക്ക് അള്ളാഹു പടച്ചെന്നാണ് വിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ സൗന്ദര്യം നിബിധങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പ്രവാചകന്മാര് പലർക്കും ഉണ്ടായിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം കണ്ടില്ലേ? ആ സൗന്ദര്യം കാണാൻ വേണ്ടി വന്ന ആ രാജ്ഞിമാര് കയറി വന്ന സമയത്ത് ആപ്പിള് കയ്യിൽ കൊടുത്തിട്ടാണ് സലീഹ ഇരുന്നത്. ഈ സമയത്ത് അത്രയ്ക്ക് വലിയ സൗന്ദര്യമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആപ്പിള് കൊടുത്ത് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞു കൊണ്ട സമയത്ത് യൂസുഫ് നബിയെ തള്ളിവിട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ആപ്പിൾ അരിയുന്ന കൂടത്തിൽ ആ രാജ്ഞിമാരുടെ വിരലുകൾ അരിഞ്ഞുപോയി. അവർ കണ്ടപ്പോൾ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ അവര് അന്താളിച്ചു. എത്രയ്ക്ക് വലിയ സൗന്ദര്യം! ആ സൗന്ദര്യം നബിതങ്ങളുടെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് പ്രിയപ്പെട്ട മോഹനങ്ങളെ യൂസുഫ് നബി കൊടുത്ത്. അല്ലാഹു റസൂലിന്റെ സൗന്ദര്യം എത്രയും വലുതാണ്. അപ്പോൾ നബിതങ്ങളുടെ ജീവിതത്തെ പറ്റി നമുക്ക് ഇനി വരുന്നത് ആഴ്ചകളിൽ അല്ലാഹു പറയാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നബിതങ്ങളെ നല്ലതുപോലെ നമ്മൾ ഫോളോ ചെയ്യണം, ജീവിതത്തിൽ പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നബിതങ്ങളെ ഏറ്റെടുക്കണം. അവിടുത്തെ പറഞ്ഞ കാര്യങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നല്ലൊരു മുത്തഖിയായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് 2-3 ആഴ്ച കൊണ്ട് നമ്മൾ ഈ വയനാടിന്റെ ദുരിതത്തെ പറ്റി നമ്മൾ പറയുന്നുണ്ട്.